ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ജീവനും ചൈതന്യവുമുള്ള വചനം എന്നുള്ള ആശയമാണ്. അതായത് എബ്രായ ലേഖനം 4:12 വചനം എന്താണെന്ന് പറയുന്നു. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യോനായുടെ അനുഭവ സാക്ഷ്യവും ദാവീദിൻ്റെ പ്രാർത്ഥനയുമാണ്. എന്താണ് ദാവീദിൻ്റെ പ്രാർത്ഥന? 69-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, എന്നെ വിടുവിക്കണമേ. അതുപോലെ തന്നെയാണ് യോനായും പ്രാർത്ഥിക്കുന്നത്. എന്താണ് യോന പറയുന്നത്? ദൈവമേ, എന്നെ രക്ഷിക്കണമേ. കാരണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് യോനായ്ക്ക്? ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി, കടൽ പുല്ല് എൻ്റെ തലപ്പാവായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് വിടുവിക്കണമേ ദൈവമേ, വിടുവിക്കണമേ കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് യോന ചെയ്യുന്നത്. ഇത് തന്നെയാണ് സങ്കീർത്തനം 69:1-2 പറയുന്നത്: ദൈവമേ, എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു. ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു. പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. ഈ 2 വേദഭാഗങ്ങളുമായിട്ട് വലിയ സാമ്യമുണ്ട്. ഇതിലാദ്യം എഴുതപ്പെട്ടത് സങ്കീർത്തനങ്ങളാണ്. ദാവീദ് അതികഷ്ടത്തിലായിരുന്നത് നമുക്കറിയാം. ദാവീദിൻ്റെ സമയം BC 10-ാം നൂറ്റാണ്ടാണ്. എന്നാൽ യോനായുടെ സമയം BC 8-ാം നൂറ്റാണ്ട്. അപ്പോൾ ആദ്യം സമയം അതായത് ദാവീദിൻ്റെ സമയമാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് യോനായുടെ സമയം വരുന്നത്. അപ്പോൾ അന്ന് ദാവീദ് സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ പിന്നീട് അത് രേഖപ്പെടുത്തിയിരുന്നു. അത് അന്നത്തെ കാലത്ത് സ്ക്രൈബ്സ് അല്ലെങ്കിൽ ശാസ്ത്രിമാരുണ്ടായിരുന്നു. ആരെങ്കിലും ഒരു നല്ല സങ്കീർത്തനം എഴുതിയാൽ ദൈവത്തെ സ്തുതിക്കുന്ന വിധത്തിലോ തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളോ ഒക്കെ കുറിച്ച് പാട്ടായിട്ട് പാടുമ്പോൾ ആ പാട്ടുകൾ ആരാധനയ്ക്കായി അന്ന് ഉപയോഗിച്ചിരുന്നു. അത് തന്നെയുമല്ല, ശാസ്ത്രിമാർ അത് രേഖപ്പെടുത്തിയുമിരുന്നു. പിന്നീടുള്ള തലമുറകൾ അതേ പാട്ടുകൾ തന്നെ പാടുകയും ആ പാട്ടുകളിലെ വചനങ്ങളിൽ നിന്ന് അനേക ആളുകൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അത് തങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങളായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ്. നാം സങ്കീർത്തനങ്ങൾ കൂടുതൽ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ വിചാരങ്ങളെ ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പാട്ടുകളായിട്ടും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതായിട്ടും ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുമ്പോൾ അതിന് നന്ദി പറയുന്നതായിട്ടും ഒക്കെ നാം കാണുന്നുണ്ട് സങ്കീർത്തനങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അതിനനുസരിച്ചുള്ള വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പോൾ ആ വചനം വെച്ചാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ആ വചനം ദൈവസന്നിധിയിലെത്തുമ്പോൾ ആ വചനപ്രകാരമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. കാരണം ജീവനും ചൈതന്യവുമുള്ള വചനമാണത്. വചനം ക്രിയ ചെയ്യുന്ന വചനമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്? നമ്മൾ കൂടുതലായിട്ട് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം.
അനേക വേദഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആ പ്രയാസമുള്ള ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചലഞ്ചസ് ഉള്ള സമയത്ത്, കഷ്ടതയുള്ള സമയത്ത് നമുക്ക് ആശ്വാസം പകരുന്നതും നമ്മെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതുമായിട്ട് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ആ വചനങ്ങൾ നമ്മുടേതായി തീരുകയാണ്. ആ വചനങ്ങൾ നാം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴാണ് ദൈവം അതിന് മറുപടിയായിട്ട് നമുക്ക് ഓരോരോ നന്മകൾ ചെയ്തു തരുന്നത്. ദൈവം നന്മ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ്. കാരണം വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ, കഷ്ടതയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഒക്കെ നാം വിടുതൽ പ്രാപിക്കുകയും ദൈവം സ്വർഗത്തിൽ നിന്ന് നമുക്ക് നന്മകളെ അയച്ചു തരികയും ചെയ്യും എന്ന് അനേകരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഭക്തന്മാരുടെ സാക്ഷ്യങ്ങൾ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് നന്മകളെ പ്രവർത്തിക്കുകയും നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.